വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ട്രൈ ഔട്ട് വിത്ത് മീ. അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് കുറച്ച് പേർപ്പിൾ പ്രോഡക്ട്സ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. പേർപ്പിളിൽ നിന്ന് ഞാൻ കുറച്ച് ദിവസം മുന്നേ ഓർഡർ ചെയ്ത് ഇങ്ങനെ ഒന്നോ രണ്ടോ ഷിപ്മെന്റ് ആയിട്ട് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാധനങ്ങൾ കുറച്ചൊക്കെ ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങി, കുറച്ചൊക്കെ ഞാൻ യൂസ് ചെയ്യാതെ വെച്ചിട്ടുണ്ട്. അപ്പം ആദ്യത്തെ ഷിപ്മെന്റ് വന്നു കുറച്ച് പ്രോഡക്ട്സും, പിന്നെ അങ്ങനെ നമുക്ക് കാണാം അതിന്റെ റേറ്റും കാര്യങ്ങളും, പിന്നെ അതിന്റെ യൂസ് ചെയ്തതിന്റെ റിവ്യൂസ് അങ്ങനെയൊക്കെ നമുക്ക് കാണാം. നിങ്ങൾ എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ പേര് ജോമോൾ, ഞാനൊരു പുതിയ യൂട്യൂബർ ആണ്. അപ്പോഴത്തേക്കും നമുക്ക് ഒട്ടും താമസിപ്പിക്കാതെ വീഡിയോയിലോട്ട് പോകാം. ഞാൻ ആദ്യത്തെ പ്രാവശ്യം വന്ന് കുറച്ച് പ്രോഡക്റ്റ്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിൽ ആദ്യത്തെ പ്രോഡക്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ ബയോട്ടിക്കിന്റെ ബയോ സാൻഡൽവുഡ് 50+ SPF UVA സൺസ്ക്രീൻ അൾട്രാ സൂട്ടിംഗ് ഫേസ് ക്രീം ആയിട്ടും മോയ്സ്ചറൈസർ ആയിട്ടും അതുപോലെ തന്നെ സൺസ്ക്രീൻ ആയിട്ടും നമുക്ക് 3-in-1 യൂസ് എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു സംഭവമാണ്. ഇതാണ് പ്രോഡക്റ്റ്, ബയോട്ടിക്കിന്റെ പ്രോഡക്റ്റ് ഇതാണ്. ഇതിന്റെ റേറ്റ് എനിക്ക് കിട്ടിയത് 176 റുപ്പീസിനാണ്. ഇതിന്റെ കറന്റ് റേറ്റ് വന്നിട്ട് 220 ആണ്. ഇപ്പോൾ കറന്റ് പേർപ്പിളിൽ ഒരുപാട് ഓഫേഴ്സ് നടക്കുന്നുണ്ട്. 500 ബ്രാൻഡ്സ് പ്ലസ് ഓഫേഴ്സ് ഇപ്പോൾ നടക്കുന്നുണ്ട്. അതുമല്ല നൈവേ, കളർ ബാർ അതുപോലുള്ള ഒരുപാട് വെറൈറ്റി ഓഫ് ബ്രാൻഡ്സിൽ നന്നായിട്ട് ഓഫർ നടക്കുന്നുണ്ട്. നമുക്കിപ്പോൾ രണ്ട് പ്രോഡക്ട്സ് മേടിച്ചാൽ 2 ഫ്രീ ഓഫ് കോസ്റ്റിലൊക്കെ കിട്ടും. ഐ ലവ് ബ്യൂട്ടി സെയിൽ അപ് ടു 50% ഓഫാണ് പേർപ്പിളിൽ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോഡക്റ്റ് വാങ്ങിക്കാൻ ആവശ്യമുണ്ടെങ്കിൽ ഉടനെ പോയി ചെക്കൗട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ഫസ്റ്റ് പ്രോഡക്റ്റ് ഇതാണ്. ഇതിന്റെ യൂസേജ് എന്ന് പറഞ്ഞാൽ ഇപ്പം സൺസ്ക്രീൻ ആയിട്ട് യൂസ് ചെയ്താൽ ഇത് എങ്ങനെ ഉണ്ടാവും എനിക്കറിയില്ല. കാരണം ഇപ്പോൾ പുറത്തൊന്നും അങ്ങനെ ഇറങ്ങാറില്ലല്ലോ. അപ്പോൾ അത് എങ്ങനെയുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ ആസ് എ മോയ്സ്ചറൈസർ ഇത് നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. കുറച്ചൊരു ഓയിലി സ്കിന്നുള്ളവർക്ക് നല്ലതായിരിക്കും. കാരണം ഇത് നന്നായിട്ട് ഓയിൽ കൺട്രോൾ ചെയ്യുന്നുണ്ട്. മുഖം ഭയങ്കര ഓയിലി ആക്കുന്നില്ല, പ്ലസ് കുറച്ചൊന്ന് പ്ലംപി ആക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത് ഡ്രൈ സ്കിൻ അല്ല, ഓയിലി സ്കിൻ ഉള്ളവർക്ക് കുറച്ചുകൂടെ നല്ലതായിരിക്കും. അടുത്ത പ്രോഡക്റ്റ് നിവ്യയുടെ ലിപ് കെയർ ഫ്രൂട്ടി ഷൈൻ ബ്ലാക്ക്ബെറി എന്ന് പറഞ്ഞൊരു ലിപ് ബാം ആണ്. ഇതാണ് ലിപ് ബാം. യൂസ് ചെയ്തിട്ട് എനിക്ക് ലിപ് നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യുന്നുണ്ട്. പക്ഷെ എനിക്ക് ഇതിന്റെ സ്മെൽ ഒട്ടും ഇഷ്ടമായില്ല. നമ്മള് പോപ്പിൻസ് ഇല്ലേ, പോപ്പിൻസിന്റെ ആ ലാസ്റ്റ് ഈ ഒരു ഷെയ്ഡില്ലേ, ഒരു പേർപ്പിൾ കളർ സെയിം അതിന്റെ മണമാണ്. അതുകൊണ്ട് എനിക്ക് അത്ര ഇഷ്ടമായില്ല. സ്മെൽ വൈസ് എനിക്ക് ഇഷ്ടമായിട്ടില്ല. പക്ഷെ പ്രോഡക്റ്റ് അടിപൊളിയാണ്. ഇതിന്റെ റേറ്റ് എനിക്ക് കിട്ടിയത് 185 റുപ്പീസിനാണ്. ഇതിന്റെ യഥാർത്ഥ റേറ്റും 185 തന്നെയാണ്. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഇപ്പം മേടിച്ചാൽ കുറച്ചൊക്കെ ഓഫ് ഉണ്ടാവും. ഓക്കെ, നമുക്ക് അടുത്ത പ്രോഡക്റ്റ് എന്താണെന്ന് നോക്കാം. അടുത്ത പ്രോഡക്റ്റ് ലാക്മിയുടെ നെയിൽ കളർ റിമൂവർ വിത്ത് വൈറ്റമിൻ ഇ. ഇത് ഓൾമോസ്റ്റ് എല്ലാവരും യൂസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു പ്രോഡക്റ്റ് ആയിരിക്കും. ഇതിന്റെ റേറ്റ് 90 റുപ്പീസാണ്. എനിക്ക് കിട്ടിയപ്പോൾ 81-ന് കിട്ടി. അടുത്ത ഒരു പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ വെറ്റ് ആൻഡ് വൈൽഡിന്റെ കളർ ഐക്കൺ ലിപ് ലൈനർ പെൻസിൽ. അത്യാവശ്യം നല്ല നീളമൊക്കെ ഉള്ളൊരു പെൻസിലാണ്. അടിപൊളിയാണ്, എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം നല്ല പിഗ്മെന്റിലാണ്, നന്നായിട്ട് സ്റ്റേ ചെയ്യും. അഫോർഡബിൾ റേറ്റുള്ള ഒരു കിടിലൻ ലിപ് ലൈനർ. ഇതിന്റെ റേറ്റ് വന്നിട്ട് 124 റുപ്പീസ്. 124 റുപ്പീസാണ് ഇതിന്റെ യഥാർത്ഥ റേറ്റ്. ഇതാണ് ഷെയ്ഡ്. ഞാൻ എടുത്തത് ഫാബ് ഫൂഷ്യ എന്ന് പറയുന്ന ഷെയ്ഡാണ്. ഇതാണ് എൻ്റെ ഷെയ്ഡ്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ലിപ് ലൈനറുകളിൽ ഒന്നാണിത്. ഓക്കെ, നമുക്ക് അടുത്ത പ്രോഡക്റ്റ് എന്താണെന്ന് നോക്കാം. അടുത്ത പ്രോഡക്റ്റ് ഞാൻ എന്തിൻ്റെങ്കിലും റേറ്റ് ഇങ്ങനെ പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഞാൻ താഴെ എന്തായാലും കൊടുത്തേക്കാം. പിന്നെ നിങ്ങൾക്ക് ഇതൊക്കെ മേടിക്കണം എന്നുണ്ടെങ്കിൽ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ ഉറപ്പായും മേടിക്കണം എന്നുള്ളത് താഴത്തെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് ചെക്ക് ചെയ്തേക്കാം. അതിനകത്ത് ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പം പോയി മേടിക്കാൻ പറ്റും. ഈ ഒരു പെർച്ചേസിൽ ലാസ്റ്റ് ആയിട്ടുള്ളത് 2 ലിപ് കളേഴ്സ് ആണ്. ഇത് 2 ബെല്ല വോസ്റ്റയാണ്. ബെല്ല വോസ്റ്റ എനിക്ക് കറന്റ്ലി ഏറ്റവും ഇഷ്ടമുള്ള ഒരു ബ്രാൻഡാണ്. കാരണം അഫോർഡബിൾ റേറ്റിലുള്ള വെറൈറ്റി ഓഫ് പ്രോഡക്ട്സ് കിട്ടുന്നത് ബെല്ല വോസ്റ്റയിൽ നിന്നാണ്. ആൻഡ് 2 ഷെയ്ഡ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ രണ്ടിന്റെയും ഈ ടിപ്പ് വന്നിട്ട് ഇവിടെ ഇതിന്റെ അകം പൊട്ടിയിരിക്കുകയായിരുന്നു ഞാൻ മേടിച്ചപ്പോൾ. ഒന്ന് ഈ ഷെയ്ഡാണ്. ഇതിന്റെ ഷെയ്ഡ് ഡീറ്റെയിൽസ് ഞാൻ പറയാം. ഇതിന്റെ ഷെയ്ഡ് 21 എന്ന് പറഞ്ഞ ഷെയ്ഡാണ്. ഗ്ലാം ചാം മെയ്റ്റ് ഫിനിഷ് ലിപ്സ്റ്റിക്. ഒന്ന് ഇതാണ്. പക്ഷെ ഇത് ട്രാൻസ്ഫർ ആവും. ഇത് കുറച്ച് ക്രീമിയാണ്, ട്രാൻസ്ഫർ ആവും. വല്ലാത്ത മെയ്റ്റ് ലുക്ക് ഒന്നും തരില്ല. പക്ഷേ
എനിവേസ് അഫോർഡബിൾ റേഞ്ചിലുള്ള ഒരു പ്രോഡക്റ്റ് ആയതുകൊണ്ട് എനിക്കിഷ്ടമാണ്. അടുത്തത് ബെല്ല വോസ്റ്റയുടെ തന്നെ 08 എന്ന് പറയുന്ന ഷെയ്ഡിലെ മിസ്റ്ററി ഗ്ലോറി മേറ്റ് ഫിനിഷ് ലിപ്സ്റ്റിക്. ഇതിന് കുഴപ്പമില്ലായിരുന്നു, ഇതിന്റെ ടിപ്പ് കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഒന്ന് ഈ ഒരു കളർ, ഇതിലിപ്പം ലൈറ്റിങ്ങിന്റെ കാരണം എങ്ങനെ ഇരിക്കാന്ന് എനിക്കറിയില്ല, ഞാൻ കാണിച്ചു തരാം കറക്റ്റ് ഷെയ്ഡ് എന്താണെന്ന്. ഓക്കെ, ഇത് രണ്ടുമാണ് കറക്റ്റ് ഷെയ്ഡ്. ഇത് 08ഉം ഇത് 21 എന്ന് പറയുന്ന ഷെയ്ഡ്. ഇത് രണ്ടുമാണ് കറക്റ്റ് കളേഴ്സ്. ഇതിന്റെ റേറ്റ് വന്നിട്ട് ഒരു ലിപ്സ്റ്റിക്കിന് 146 ആണ് എനിക്ക് കിട്ടിയത്. പക്ഷെ ഇതിന്റെ കറണ്ട് റേറ്റ് 225 ആണ് ഇതിന്റെ കറണ്ട് റേറ്റ്. പക്ഷേ ബെല്ല വോസ്റ്റയുടെ 4 ലിപ്സ്റ്റിക്ക് നമ്മൾ മേടിക്കുമ്പോൾ 2 എണ്ണം നമുക്കിപ്പോൾ കറന്റ് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. 2 എണ്ണത്തിന് മാത്രമല്ല പേയ്മെന്റ് നടത്തിയാൽ മതി. ഓക്കെ, ആദ്യത്തെ പർച്ചേസിലുള്ള സംഭവങ്ങളെല്ലാം കിട്ടുന്നു. അപ്പോൾ നമുക്ക് അടുത്ത പെട്ടി നോക്കാം. നമ്മളിത് അടുത്ത പെട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഈ പെട്ടിയിൽ എന്തൊക്കെയുള്ളതാണെന്ന് നോക്കാം. ആദ്യത്തെ പ്രോഡക്റ്റ് അഫോർഡബിൾ റേഞ്ചിലുള്ള ഒരു പ്രൈമറാണ്. അറിയായിരിക്കുമല്ലോ, അഫോർഡബിൾ റേഞ്ചിൽ ഇപ്പം എൻ്റെ മനസ്സിൽ 2 ബ്രാൻഡ്സ് ആണുള്ളത്. ഒന്ന് ബ്ലൂ ഹെവൻ, ഒന്ന് ഏതാ നമ്മുടെ ബെല്ല വോസ്റ്റെ. അത് ലിപ് ഷെയ്ഡിനൊക്കെ പറ്റിയൊരു ബ്രാൻഡാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് ഏതാന്ന് നോക്കാം. ബ്ലൂ ഹെവന്റെ പ്രൈമർ പെർഫെക്റ്റ് മേക്കപ്പ് ബേസ് സ്റ്റുഡിയോ പെർഫെക്ഷൻ എന്ന് പറയുന്ന ഒരു പ്രൈമറാണ്. ഓക്കെ, ഈ പ്രൈമറിന്റെ റേറ്റ് 270 ആണ്. എനിക്ക് കിട്ടിയപ്പോൾ 270 ആണ്. പക്ഷെ ഇതിന്റെ യഥാർത്ഥ റേറ്റ് 300 ആണ്. ഇതിന്റെ ഓൾമോസ്റ്റ് യഥാർത്ഥ റേറ്റ്. ഈ പ്രൈമർ സിലിക്കൺ ബേസ്ഡ് പ്രൈമർ ആണ്. ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഇത് കളേർഡ് അല്ല, സിലിക്കൺ ബേസ്ഡ് പ്രൈമർ ആയതുകൊണ്ട് ഈ ഒരു സംഭവിക്കും, ഈ ഒരു ടെക്സ്ചറാണ് തിരിച്ചു തന്നെ കിട്ടിയത്. ഓക്കെ, ഇതിന്റെ അടുത്ത പ്രോഡക്റ്റ് എനിക്ക് കാണിക്കാനുള്ളത് ഒരു 3 പ്രോഡക്ട്സ് എനിക്ക് ഒരുമിച്ച് കോംബോ ആയിട്ട് കിട്ടിയായിരുന്നു. പക്ഷെ ഞാൻ ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരു ബ്രാൻഡും ഇതുവരെ ഞാൻ അതിനെക്കുറിച്ച് അങ്ങനെ കേട്ടിട്ടേ ഇല്ല. പക്ഷെ യൂസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ബ്രാൻഡുമാണ്. ഇതാണ് 3 പ്രോഡക്ട്സ്. ഇതിൽ ഒന്ന് മസ്കാര, അറേസിയ എന്നാണ് ബ്രാൻഡിന്റെ പേര്. ഒന്ന് മസ്കാര, നല്ല കിടിലം ബ്രാൻഡാണ്, കിടിലം മസ്കാരയാണ്. കാരണം നമ്മൾ ഡെയിലി യൂസിന് പറ്റിയ മസ്കാരയാണ്. നമ്മുടെ ലാഷസ് ഹെവി ആയിട്ട് ഒരിക്കലും കാണിക്കില്ല. നമ്മുടെ ഉള്ള ലാഷസ് കുറച്ചുകൂടെ ഒന്ന് സ്ട്രോങ് ആക്കും, കുറച്ചുകൂടെ ഒന്ന് കർവി ആക്കും. അറേസിയ മസ്കാര ഫാന്റാസ്റ്റിക് കളർ ലാൻഡ് ഫോർ പ്രൊഫഷണൽ മേക്കപ്പ് ആർട്ടിസ്റ്റ്. ഇതിന്റെ റേറ്റ് എന്താണെന്ന് എനിക്കറിയില്ല. കാരണം ഇത് ഞാൻ യുണീക്ക് ആയിട്ട് നോക്കിയിട്ട് ഈ ഒരു പ്രോഡക്റ്റ് ഒറ്റയ്ക്ക് ഒരിടവും വാങ്ങിക്കാൻ കിട്ടുന്നില്ല. ഇതും 3ഉം പേർപ്പിളിൽ കോംബോ ആയിട്ട് കിട്ടിയതുകൊണ്ടാണ് കിട്ടിയത്. പിന്നെ അതുപോലെ തന്നെ അറേസിയയുടെ ഹൈ ടെക് ഐലൈനർ ലോ ഇറിറ്റേഷൻ. പക്ഷെ ഇതിനകത്ത് പ്രോഡക്റ്റ് വളരെ കുറവാണ്. ഐലൈനർ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അതാണ് ഞാനിപ്പോൾ എഴുതിയേക്കണേ. അറേസിയാണ് ഞാനിപ്പോൾ എഴുതിയേക്കണേ ഐലൈനർ. ഇതാണ് ലൈനർ. പിന്നെന്താ, പിന്നെ ഇതിൻ്റെ കൂടെ കിട്ടിയത് വേറൊരു ബ്രാൻഡാണെന്ന് തോന്നുന്നു. കാമലിയോൺ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ഐ പെൻസിലാണ്. ഈ ഐ പെൻസിൽ എനിക്ക് വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല. കാരണം എനിക്ക് എഴുതിയിട്ട് ഭയങ്കര ഹാർഷായിട്ട് എഴുതിയാലേ ഇവിടെ കളർ വരുന്നുള്ളൂ. ഒരുപാട് പിഗ്മെന്റഡ് ഒന്നും അല്ല, ഈ ഒരു പിഗ്മെന്റേഷനേ ഉള്ളൂ. അതുമല്ല ട്രാൻസ്ഫറബിൾ ആണ്, പെട്ടെന്ന് മാഞ്ഞു പോകുന്നുണ്ട്, സ്മഡ്ജ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞാനിത് എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഐബ്രോസ് ഷേപ്പ് ചെയ്യാൻ വേണ്ടി എടുത്തായിരുന്നു. അത് കൊള്ളാം. ഐബ്രോസ് ഷേപ്പ് ചെയ്യാൻ കുറച്ചൊരു കളർ കൊടുക്കാൻ പറ്റിയ ഒരു സംഭവമാണ് ഈ ഐ പെൻസിൽ. ഓക്കെ, ഈ 3 പ്രോഡക്റ്റും ഞാൻ മേടിച്ചത് 499 ഞാൻ പറഞ്ഞില്ലേ, കോംബോ ബേസ്ഡ് കിട്ടിയ 499 റുപ്പീസിനാണ് ഞാനിത് മേടിച്ചത്. അപ്പോൾ ഇത് കറന്റ് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ്, നമുക്ക് മേടിക്കാൻ പറ്റില്ല. അടുത്ത പ്രോഡക്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ പേർപ്പിളിന്റെ തന്നെ ഒരു ലോങ് സ്റ്റേ ഫൗണ്ടേഷൻ ആണ്. പേർപ്പിളിന്റെ ലോങ് സ്റ്റേ ഫൗണ്ടേഷൻ, പേർപ്പിൾ കഫൈൻ കംറേഡ് ലോങ് സ്റ്റേ ഫൗണ്ടേഷൻ ഫോർ ഡാർക്ക് സ്കിൻ. ഇതിന്റെ ഷെയ്ഡ് അമേരിക്കനോ കംറേഡ് എന്നാണ് ഇതിന്റെ ഷെയ്ഡ്. 20 ml ഉണ്ട്. എനിക്ക് കിട്ടിയത് 384 എന്തായാലും ഞാൻ ഒന്നുകൂടെ ചെക്ക് ചെയ്തിട്ട് എല്ലാത്തിൻ്റെയും പ്രൈസ് ഞാൻ താഴെ കൊടുത്തേക്കാം. കാരണം ഇതിനകത്ത് ഓഫർ ബേസ്ഡ് ആണ് പ്രോഡക്ട്സിന്റെ റേറ്റ് എന്ന് തോന്നുന്നു. അപ്പൊ ഞാൻ താഴെ കൊടുത്തേക്കാം. ഇത് യൂസ് ചെയ്തിട്ട് കുഴപ്പം ഇല്ലാത്തൊരു പ്രോഡക്റ്റാണ്. കാരണം ഞാൻ ആദ്യമായിട്ട് മേടിക്കുന്ന ഫൗണ്ടേഷൻ ഇതാണ്. ഞാൻ ഇതിനു മുന്നേ ഞാൻ ഫൗണ്ടേഷൻ മേടിച്ചിട്ടില്ല, ആദ്യമായിട്ട് മേടിക്കുന്ന ഫൗണ്ടേഷനാണ്. അതും എൻ്റെ സ്കിന്നിന് കറക്റ്റ് ഒരു കളർ കിട്ടിയെന്നാണ് എനിക്ക് തോന്നണത്. ഇപ്പം ഞാൻ ഇത് യൂസ് ചെയ്തിട്ടുണ്ട്, ഞാൻ ആദ്യമായിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നതും. എനിവേസ് നല്ലൊരു ഫൗണ്ടേഷനാണ്. ഇതുപോലത്തെ പമ്പാണ്. ഓക്കെ, അതുകൊണ്ട് പ്രോഡക്റ്റ് ഒരുപാട് വേസ്റ്റ് ആവുകയില്ല.
പിന്നെന്താണ് കുറച്ചൊന്ന് ഹൈജീനിക് ആയിട്ട് പ്രോഡക്റ്റ് ഇരിക്കുകയും ചെയ്യും. അടുത്തുള്ളത് പേർപ്പിളിന്റെ തന്നെ ഒരു കൺസീലർ ആണ്. പേർപ്പിൾ ഫൗണ്ടേഷൻ കൺസീലർ കളർ കറക്റ്റർ സ്റ്റിക് ഫോർ വീറ്റിഷ് സ്കിൻ എന്നാണ് പറഞ്ഞേക്കണേ. ഇതാണ് കൺസീലർ. ഇത് നമുക്ക് ഈ നമ്മൾ ടിക് ഒക്കെ അടിക്കുന്ന പേണില്ലേ അതുപോലത്തെ ഒരു ഏർപ്പാടാണ്. ഇങ്ങനെ എടുത്ത് നമുക്ക് എടുക്കാം. ഇതാണ് സംഭവം. എനിക്ക് ഇഷ്ടമായോന്ന് ചോദിച്ചാൽ എനിക്ക് കൺസീലർ അങ്ങനെ ഇഷ്ടമായിട്ടില്ല. കാരണം എന്തോ ഭയങ്കരമായിട്ട് ഇങ്ങനെ നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ട് പൊടിയായിട്ടിരിക്കുന്ന പോലെ തോന്നുന്നുണ്ട് എനിക്ക്. പക്ഷെ എനിക്ക് പേഴ്സണലി എനിക്കിത് ഇഷ്ടമായിട്ടില്ല. ഓക്കെ, അടുത്ത് നമുക്കുള്ളത് ഒരു കാജലാണ്. ഈ കാജലും ബെല്ലാവോസ്റ്റയുടെ തന്നെയാണ്. ഇതും അഫോർഡബിൾ റേഞ്ചിലുള്ള ഒരു കാജലാണ്. ഇതിന്റെ റേറ്റ് 149 ആണ്. എനിക്ക് കിട്ടിയപ്പോൾ 97 എനിക്ക് കിട്ടി. ഇതാണ് കാജൽ. അത്യാവശ്യം സ്മഡ് പ്രൂഫ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല, സ്മഡ്ജ് ആവുന്നുണ്ട്. പക്ഷെ കുറച്ചൊന്ന് സ്റ്റേ ചെയ്യും, കുറച്ച് സമയത്തേക്ക് ഒന്ന് സ്റ്റേ ചെയ്യുകയും ചെയ്യും. പെട്ടെന്ന് അങ്ങനെ ട്രാൻസ്ഫർ ആവില്ല, പെട്ടെന്ന് അങ്ങനെ സ്മഡ്ജും ആവില്ല. കണ്ണിന് ഇറിറ്റേഷൻ ഒന്നുമില്ല. പിന്നെ എന്തോ ഒരു ഹെവി ലുക്കൊന്നുമില്ല. മീൻസ് കുറച്ചൊന്ന് ഹോൾഡി ആയിട്ടൊന്നും ഇരിക്കില്ല. അത്യാവശ്യം നല്ല ഒരു കാജൽ. ഓക്കെ, അടുത്തുള്ളത് ബെല്ലാവോസ്റ്റയുടെ തന്നെ ലിപ് ലൈനർ ആണ്. ബെല്ലാവോസ്റ്റ എന്തോ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ബ്രാൻഡ്. ഈ ബെല്ലാവോസ്റ്റയുടെ ഈ ലിപ് ലൈനർ ഇതിന്റെ റേറ്റ് ഈ ഒരു ഷെയ്ഡാണ് ലിപ് ലൈനർ. കാണുന്നുണ്ട്, ഈ ഒരു ഷെയ്ഡാണ്. ഇത് ബെല്ലാവോസ്റ്റി 24x7 ലിപ് ഡിഫൈനർ ഹോളിവുഡ് സെറീസ് എന്നാണ് ഇതിന്റെ പേര്. ഇതിന്റെ റേറ്റ് 249 ആണ്. പക്ഷെ ഓൾമോസ്റ്റ് ഞാൻ മേടിച്ചപ്പോൾ 162 നമുക്കിത് കിട്ടി. അപ്പം എനിവേസ് അത്യാവശ്യം ബെസ്റ്റ് പ്രോഡക്റ്റ് ആണിത്. എനിവേ നിങ്ങൾക്ക് ഇപ്പോൾ കുറച്ചൊരു അഫോർഡബിൾ റേഞ്ചിൽ പ്രോഡക്റ്റ്സ് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ പർപ്പിളിൽ കയറി ബെല്ലാവോസ്റ്റ് നേരത്തെ പിടിച്ച് മേടിച്ചോ. കാരണം ഒരുപാട് ഓഫേഴ്സും കിടപ്പുണ്ട്. അതുപോലെ തന്നെ കുറച്ചൊന്ന് ലോ പ്രൈസിലുള്ള നല്ല ബെസ്റ്റ് പ്രോഡക്റ്റ് കിട്ടുകയും ചെയ്യും. അടുത്തുള്ളത് ഒരു ഐലൈനർ ആണ്. റെസ്മി വാട്ടർ പ്രൂഫ് ഐലൈനർ. ഇതെനിക്ക് പർപ്പിളിൽ ഓഫർ കിട്ടിയപ്പോൾ ഫ്രീ ആയിട്ട് കിട്ടിയ സാധനമാണ്. പക്ഷെ ടു ബി ഓണസ്റ്റ് ഇതെനിക്ക് തീരെ ഇഷ്ടമായിട്ടില്ല. ഒന്നാമത്തെ കാര്യം, ഞാനിത് തുറന്നപ്പോൾ തന്നെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പരുവത്തിലായിരുന്നില്ല. കാരണം ഈ ഒരു ഇതായിരുന്നു, ഭയങ്കര ക്രീമി ആയിട്ടായിരുന്നു ഇരുന്നത്. ഇതിപ്പോൾ ഞാനിത് ചൂടുവെള്ളത്തിലൊക്കെ ഇട്ട് കുറച്ചൊന്ന് മെൽറ്റ് ചെയ്തിട്ട് യൂസ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ കണ്ണിൽ എഴുതുമ്പോഴുണ്ടല്ലോ ഇങ്ങനെ ഇറുക്കി പിടിച്ചു വെച്ചുകൊണ്ടിരിക്കും പോലെ. എന്ന് പറഞ്ഞാൽ ഇത് കുറച്ചൊന്ന് ഷൈനിയാണ്. സാധാരണ ഐലൈനർ പോലെയല്ല. ഇൻസൈറ്റിന്റെ ഐലൈനറൊക്കെ ഇല്ല, കുറച്ചൊന്ന് ഷൈനി ആയിട്ട് പെട്ടെന്ന് വാട്ടർ പ്രൂഫ് ആണെന്ന് നമുക്ക് കുറച്ചൊന്ന് ഷൈനി ആയിട്ടിരിക്കണം. അപ്പം ഇങ്ങനെ ഇറുക്കി പിടിക്കുമ്പോൾ തോന്നി. അതുകൊണ്ട് എനിക്ക് തീരെ ഇഷ്ടമായില്ല. ഈ പർച്ചേസിൽ എനിക്ക് ഒട്ടും ഇഷ്ടമാവാത്ത ഒരു പ്രോഡക്റ്റാണ്. ഫ്രീ ആയിട്ട് കിട്ടിയതാണ്, എന്നാലും എനിക്ക് ഒട്ടും ഇഷ്ടമാവാത്ത ഒരു പ്രോഡക്റ്റാണിത്. ഇനിയുള്ളത് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ടുള്ളത് നമ്മുടെ ഒരു ലിപ്സ്റ്റിക്കാണ്, ബെല്ലാവോസ്റ്റയുടെ. പക്ഷേ ഇത് ഞാൻ കിട്ടിയിട്ട് 5-6 ദിവസമായി. യൂസ് ചെയ്ത് തുടങ്ങിയപ്പോഴത്തേക്കും ഇതിൻ്റെ സംഭവങ്ങളൊക്കെ പോയി തുടങ്ങി. ഇതിൻ്റെ ആ ബെല്ലാവോസ്റ്റയിൽ നേടിയിട്ടുള്ള സംഭവങ്ങളെല്ലാം പോയി. ഇംഗ്ലീഷ് പ്രോഡക്റ്റ് ആണല്ലോ നമുക്ക് ആവശ്യം. ഇതാണ് പ്രോഡക്റ്റ്. ഇതാണ് ഒരു ലിപ്സ്റ്റിക്ക്. ഇതിൻ്റെ ഷെയ്ഡ് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു ഷെയ്ഡാണ് ഈ ലിപ്സ്റ്റിക്കിന്. ഇതിൻ്റെ 20 ന്യൂഡ് ടീസ് സാറ്റിൻ ടച്ച് ലിപ്സ്റ്റിക്. ഇതാണ് 20 ആണ് ഇതിൻ്റെ ഷെയ്ഡ്. ഇതിൻ്റെ റേറ്റ് 164. ഇതിൻ്റെ റേറ്റ് 146. ഇതാണ് ഇതിൻ്റെ റേറ്റ്. പക്ഷേ ഓൾമോസ്റ്റ് യഥാർത്ഥ റേറ്റ് 225 ആണ്. എനിക്ക് കിട്ടിയപ്പോൾ 146 കിട്ടി. നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഉറപ്പായി ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ കണ്ടന്റ്സ് ഇനിയും ഫ്യൂച്ചറിൽ കാണാൻ ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ തൊട്ടപ്പുറത്തൊരു കുഞ്ഞ് നോട്ടിഫിക്കേഷൻ ബെല്ലുണ്ട്. അത് പ്രസ് ചെയ്താൽ ഞാൻ ഇനി ഫ്യൂച്ചറിൽ വീഡിയോസ് ഇടുമ്പോഴൊക്കെ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾക്ക് കാണാനും പറ്റും. പിന്നെ വീഡിയോ ഇഷ്ടമെങ്കിൽ കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, അത്രയൊക്കെ ഉള്ളൂ. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഒന്ന് ചെന്ന് നോക്കുക. ഇഷ്ടമെങ്കിൽ മാത്രം എന്നെ ഫോളോ ചെയ്യുക. അപ്പോൾ ശരി, അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ ബൈ, ടേക്ക് കെയർ.